മണ്ണാർക്കാട് മണ്ഡലത്തിൽ ചിത്രം തെളിഞ്ഞു. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. 3 തവണ മണ്ഡലത്തിൽ വിജയിച്ച സിറ്റിംഗ് MLA ഷംസുദ്ദീനാണ് 4ാം തവണ കളത്തിലിറങ്ങുന്നത്. ബിൽഡറും മണ്ണാർക്കാട്ടുകാരനുമായ മൻസിൽ അബൂബക്കറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഒറ്റപ്പാലം മണ്ഡലത്തിലെ പുലാപ്പറ്റ സ്വദേശിയും വ്യവസായിയുമായ ഐസക് വർഗീസാണ് NDA സ്ഥാനാർത്ഥി. ലീഗിലെ പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്ന് 2011 മലപ്പുറം തിരൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മണ്ണാർക്കാട് മത്സരിക്കാനെത്തിയത്. 8000ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPIയിലെ B ചാമുണ്ണിയെ ഷംസുദ്ദീൻ തോൽപ്പിച്ചത്. 2016 ഷംസുദ്ദീൻ തന്നെയാണ് മത്സരിച്ചത്. AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ UDF വിരുദ്ധ പരാമർശത്തോടെ CPI ജില്ലാ സെക്രട്ടറിയായിരുന്ന KP സുരേഷ് രാജിനെ 12,000-ൽ പരം വോട്ടുകൾക്കാണ് ഷംസുദ്ദീൻ പരാജയപ്പെടുത്തിയത്. 2011 ഷംസുദ്ദീനെ ഇറക്കി 5800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും സുരേഷ് രാജിനെ തോൽപ്പിച്ച് UDF ഹാട്രിക് വിജയം കരസ്ഥമാക്കി. 2026 4ാം തവണയും ഷംസുദ്ദീനെ ഇറക്കി മണ്ഡലം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ പ്രാദേശികവാദം ഉന്നയിച്ച് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയത് UDF ക്യാമ്പിൽ ആശങ്ക പടർത്തി. അതേസമയം 15 വർഷം മണ്ഡലം ഭരിച്ച ലീഗിനെതിരെ വികസന മുരടിപ്പും പ്രാദേശികവാദവും മുൻനിർത്തി മണ്ണാർക്കാട് എടത്തനാട്ടുകര സ്വദേശി മൻസിൽ അബൂബക്കറിനെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ണാർക്കാടിന് പാർട്ട് ടൈം MLA അല്ല, ഫുൾ ടൈം MLA വേണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. ഇരുമുന്നണികളും ചേർന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനുള്ള ബദൽ രാഷ്ട്രീയമാണ് NDA മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ NDA മുന്നണികളുടെ MLA ആയി ഐസക് വർഗീസ് വിജയിച്ചു വരണമെന്നാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.